പൊതുജനം കഴുതയല്ല സാർ എന്ന ഈ പരിപാടിയിൽ നമ്മൾ ആദ്യം പോകുന്നത് ഹജ്ജ് തീർത്ഥാടകർക്ക് അവരെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തിലേക്കാണ്. കരിപ്പൂരിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകർക്ക് ഇത്തവണയും ഇരുട്ടടി. കൊച്ചി, കണ്ണൂർ വിമാനത്താവളങ്ങളിൽ നിന്ന് യാത്ര ചെയ്യുന്നവരെ അപേക്ഷിച്ച് കരിപ്പൂരിൽ നിന്ന് പോകുന്നവർ 1,25,000 രൂപ നൽകണം. അതായത് മറ്റ് വിമാനത്താവളങ്ങളെ അപേക്ഷിച്ച് 40,000 രൂപ അധികം നൽകണം എന്നർത്ഥം. നിരക്ക് കുറയ്ക്കാൻ ഇടപെടൽ നടത്തും എന്നായിരുന്നു 24 വാർത്തയ്ക്ക് പിന്നാലെ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോടിന്റെ പ്രതികരണം. 24 എക്സ്ക്ലൂസീവ്. സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ ഹജ്ജിന് പോകുന്നത് കരിപ്പൂർ വിമാനത്താവളം വഴിയാണ്. ഹജ്ജ് സ്ഥിതി ചെയ്യുന്നതും കരിപ്പൂരിലാണ്. എന്നാൽ കരിപ്പൂർ വഴി തീർത്ഥാടനത്തിന് പോകണമെങ്കിൽ വലിയ വില നൽകേണ്ടി വരും. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന കരിപ്പൂർ വിമാനത്താവളം വഴി പോകുന്ന തീർത്ഥാടകർക്കാണ് ഇരട്ടി പ്രഹരം. കരിപ്പൂർ വഴി പോകുന്ന ഒരു തീർത്ഥാടകൻ നൽകേണ്ടത് 1,25,000 രൂപയാണ്. മറ്റു വിമാനത്താവളങ്ങളെ അപേക്ഷിച്ച് 40,000 രൂപ അധികമായി നൽകണം. കൊച്ചിയിൽ നിന്ന് 86,000 രൂപയും കണ്ണൂരിൽ നിന്ന് 87,000 രൂപയുമാണ് നിരക്ക്. കഴിഞ്ഞ തവണത്തേതിനേക്കാൾ നിരക്ക് കുറവാണെങ്കിലും നിലവിലെ നിരക്ക് കുറയ്ക്കാൻ വേണ്ട ഇടപെടൽ നടത്തുമെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് 24 പറഞ്ഞു. ഹജ്ജിന്റെ ചുമതലയുള്ള മിനിസ്റ്റർ സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർക്കും അതുപോലെ തന്നെ മൈനോറിറ്റി അഫേഴ്സ് മിനിസ്റ്റർക്കും കൂട്ടത്തിൽ നമ്മുടെ എയർ ഇന്ത്യ MD-ക്കും ഒക്കെ കത്തയച്ചതുപോലെ തന്നെ ഹജ്ജ് കമ്മിറ്റിയും ഇന്നലെ തന്നെ വളരെ കൃത്യമായി കാര്യങ്ങളും പ്രയാസങ്ങളും ഒക്കെ അറിയിച്ചുകൊണ്ട് ഇതിൽ എന്തായാലും ഒരു റിവ്യൂ ആവശ്യമാണെന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. കണ്ണൂരിൽ നിന്ന് 4,026 പേരും കൊച്ചിയിൽ നിന്ന് 5,422 പേരും ഹജ്ജിനായി പോകുമ്പോൾ കരിപ്പൂരിൽ നിന്ന് 5,755 പേർ പോകുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്ന കരിപ്പൂരിൽ തന്നെയാണ് അധിക നിരക്കും ഈടാക്കുന്നത്. കഴിഞ്ഞ തവണ കരിപ്പൂരിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ നിരക്ക് 1,65,000 രൂപയായിരുന്നു ആദ്യം നിശ്ചയിച്ചത്. പിന്നീട് നിരക്ക് കുറക്കണമെന്ന ആവശ്യത്തെ തുടർന്ന് 1,27,000 ആക്കിയിരുന്നു. കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള ഹജ്ജ് യാത്രാ നിരക്ക് കുറക്കണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ആവശ്യപ്പെട്ടു. വിഷയത്തിൽ ഇടപെടണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടുവെന്നും കാന്തപുരം പറഞ്ഞു. സ്വകാര്യ ഏജൻസിയിൽ ലക്ഷങ്ങൾ കൊടുത്ത് ഹജ്ജിന് പോകാൻ ശേഷിയില്ലാത്തവരാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയെ ആശ്രയിക്കുന്നത്. പ്രവാസികളെയും യാത്രക്കാരെയും വിമാന കമ്പനികൾ കണ്ണിൽ ചോരയില്ലാതെ കൊള്ളയടിക്കുന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. സീസണായാൽ ചൂഷണത്തിന്റെ ആഴവും വർദ്ധിക്കും. ഇത്തവണ ഇരയായത് ഹജ്ജ് തീർത്ഥാടകരാണ്. വിഷയത്തിൽ സർക്കാർ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം. ക്യാമറമാൻ അബിദ് കല്ലായിക്കൊപ്പം സമീർ ബിൻ കരീം, 24 തിരൂർ. പൊതുജനം കഴുതയല്ല സാർ. ഒരു സംശയവും വേണ്ട, ഹജ്ജ് കമ്മിറ്റിയെ ആശ്രയിക്കുന്ന ഹജ്ജ് തീർത്ഥാടകർ ഈ പറഞ്ഞതുപോലെ ലക്ഷങ്ങൾ മുടക്കി ഹജ്ജ് തീർത്ഥാടനത്തിന് വേണ്ടി സ്വകാര്യ ഏജൻസികളെ ആശ്രയിക്കാൻ കഴിയാത്തവരാണ്. മാത്രമല്ല ഇതൊരു കൃത്യമായ വിവേചനമാണ്. ഇതൊരു തരം പകൽക്കൊള്ളയാണ് ഈ വിമാന കമ്പനികൾ നടത്തുന്നത്. കണ്ണൂരിൽ നിന്നും കൊച്ചിയിൽ നിന്നും യാത്ര തിരിക്കുന്നവർക്ക് ഈടാക്കുന്നതിനേക്കാൾ 40,000 രൂപ അധികം അത് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് പോകുന്ന ഹജ്ജ് തീർത്ഥാടകർ നൽകണം എന്ന് പറയുന്നതിൽ വ്യക്തമായ ഒരു വിവേചനമുണ്ട്, അതിൽ അനീതിയുണ്ട്. അതുകൊണ്ട് ഇത് സർക്കാർ ഈ കാര്യത്തിൽ ഇടപെടൽ നടത്തണം എന്നത് തീർത്തും ന്യായമായ ഒരു ആവശ്യമാണ്. ഏറ്റവും കൂടുതൽ ഹജ്ജ് തീർത്ഥാടകർ പോകുന്നത് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇവർക്ക് മേൽ ഈ അമിത ഭാരം അടിച്ചേൽപ്പിക്കുന്നത്? എന്താണ് അതിന് പിന്നിലുള്ള വികാരം? ഇതൊരു പകൽക്കൊള്ളയായി നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും കൂടുതൽ ഹജ്ജ് തീർത്ഥാടകർ പോകുന്ന കരിപ്പൂരിൽ നിന്ന് പുറപ്പെടുന്ന യാത്രക്കാർക്ക് കൂടുതൽ തുക നൽകേണ്ടി വരും. ഇത് തീർച്ചയായും ഈ ടിക്കറ്റ് നിരക്കിലെ വർധന ഹജ്ജ് തീർത്ഥാടകരെ സംബന്ധിച്ച്, യാത്രക്കാരെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. ഈ വിഷയത്തെ ജനങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അവരുടെ പ്രതികരണത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഇത് ഒരു സംഘടിതമായ കൊള്ളയാണ് എന്നാണ് തോന്നുന്നത്. ഏതായാലും സർക്കാരുകൾ ഈ കാര്യത്തിൽ ഇടപെട്ട് പാവങ്ങളായ സാധാരണക്കാരായ ജനങ്ങൾക്ക് ആശ്വാസകമാകുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇക്കാര്യത്തിലൊക്കെ ഒരു തീരുമാനത്തിന് ഒന്നിച്ചുള്ളൊരു പ്രക്ഷോഭങ്ങൾ വരണം. ഇവിടെ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ ഒരു തീരുമാനങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. സർക്കാരിൻ്റെ ഇടപെടൽ വളരെ അത്യാവശ്യമാണ്. കാരണം യാത്രകൾക്ക് മറ്റുള്ള എയർപോർട്ടിനെ അപേക്ഷിച്ചിട്ട് ഏറ്റവും ചെലവ് കുറയേണ്ട എയർപോർട്ടാണ് കാലിക്കറ്റ് എയർപോർട്ട്. യാത്രക്കാർക്ക് വേണ്ട സേവനത്തിൻ്റെ കാര്യത്തിലും കൂടി ഒന്ന് മുൻപന്തിയിൽ വരണം എന്നുള്ള ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. ചില പ്രതികരണങ്ങൾ ഇപ്പോൾ നമ്മൾ യൂട്യൂബ് കമൻറ്റുകളായി വരുന്നുണ്ട്. ശ്രീരാജ് പറയുന്നു, കോഴിക്കോട് ഇപ്പോഴും നല്ല ഒരു പൊതു ടോയ്ലറ്റ് സൗകര്യം ഇല്ല. ടൗണിൽ എവിടെയെങ്കിലും പെട്ടുകഴിഞ്ഞാൽ നടക്കാവുന്ന ദൂരത്തിൽ ഒരു സ്ഥലത്തും പബ്ലിക് ടോയ്ലറ്റ് ഇല്ല, പാർക്കിംഗ് സൗകര്യവുമില്ല. ശ്രീരാജ്, ഇത് കോഴിക്കോടിൻ്റെ മാത്രം പ്രശ്നമല്ല, നമുക്ക് നമ്മുടെ നാട്ടിൽ പൊതുവായിട്ടുള്ളൊരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് സ്ത്രീ യാത്രക്കാരെ സംബന്ധിച്ചൊക്കെ അവരെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു പ്രശ്നം കൂടിയാണ്. തീർച്ചയായും ഈ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകേണ്ടതാണ്, പരിഹാരം ഉണ്ടാകേണ്ടതാണ്. പബ്ലിക് ടോയ്ലറ്റ് സംവിധാനം എന്നത് നമ്മൾ
എല്ലാ ഇടങ്ങളിലും അത് ഉണ്ടാകണം, അത് സുരക്ഷിതമായിരിക്കണം. അതിലൊരു സംശയവുമില്ല. ശ്രീരാജിൻ്റെ അഭിപ്രായത്തിനോട് ഞാനും ചേർന്ന് നിൽക്കുന്നു. രാജു പറഞ്ഞ ശബരിമല ഹജ്ജ് ചാർജ് കുറയ്ക്കണം, ഹജ്ജ് നിരക്കുമായി ബന്ധപ്പെട്ട ഒരു വിവേചനം നിലനിൽക്കുന്നു എന്നതാണ് രാജു നമ്മൾ ചൂണ്ടിക്കാണിച്ചത്. ഉറപ്പായും ആ കാര്യത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകേണ്ടതാണ്. തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ വിശ്വാസികളെ സംബന്ധിച്ച് അവർക്കൊരു ഇളവ് എന്നത് വളരെ ന്യായമായ ഒരു ആവശ്യമാണ്. അത് ആ നിലയിൽ പരിഗണിക്കപ്പെടേണ്ടതുമാണ്. മുഹമ്മദ് അനു പറയുന്നു, കരിപ്പൂരിൽ നിന്ന് മാത്രം എന്താ ഈ കൊള്ളലാഭം കൊയ്യുന്നത്? സാധാരണക്കാരെ സംബന്ധിച്ച് 40,000 രൂപ എന്നത് വലിയ സംഖ്യയാണ്. മുഹമ്മദ് അനു, സാധാരണക്കാരെ സംബന്ധിച്ച് 40,000 എന്നല്ല 40 രൂപ പോലും നമ്മളെപ്പോലുള്ള ആളുകളെ സംബന്ധിച്ച് വളരെ വലിയ തുക തന്നെയാണ്. അതുകൊണ്ട് ഇത് ഒരു കൊള്ളയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അമിതമായ ലാഭം കൊയ്യാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇതിന് പിന്നിലുള്ളത്. ഉറപ്പായും അക്കാര്യത്തിൽ ഒരു ഇടപെടൽ ആവശ്യവുമാണ്. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടുവരുന്ന ഒരു സംഭവത്തിൽ, ഒരു വിഷയത്തിലുള്ള വാർത്തയിലേക്കാണ്. കലൂർ സ്റ്റേഡിയത്തിലെ നൃത്തസന്ധ്യ സംഘടിപ്പിച്ച മൃദംഗാഭിഷിന്റെ അക്കൗണ്ട് പോലീസ് പൂട്ടിയിരിക്കുന്നു. ആദായനികുതി വകുപ്പും പരിശോധന തുടങ്ങിയിട്ടുണ്ട്. സംഘാടകരെ ചോദ്യം ചെയ്ത ശേഷം ദിവ്യ ഉണ്ണി അടക്കമുള്ളവർക്ക് നോട്ടീസ് നൽകും എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടവിമലാദിത്യ പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഉമാ തോമസ് MLA ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് ഡോക്ടേഴ്സിന്റെ വിദഗ്ധ സംഘം അറിയിക്കുന്നുണ്ട്. അതാണ് ഇതിൽ ഏറ്റവും ആശ്വാസകരമായ കാര്യം. മാത്രമല്ല, ഇതിലെ സുരക്ഷാ വീഴ്ച സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് ഇന്ന് പുറത്തു വന്ന ദൃശ്യങ്ങൾ നമ്മുടെ എല്ലാം മനസ്സിലുണ്ട്. ഉമാ തോമസ് MLA ആ സ്റ്റേജിന് മുകളിൽ നിന്ന് മറിഞ്ഞു വീഴുന്ന ദൃശ്യങ്ങൾ കണ്ടു. ആ ദൃശ്യങ്ങൾ കാണുമ്പോഴാണ് ആ അപകടം എത്ര വലുതായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് ഇതിന് ഈ സുരക്ഷാ വീഴ്ച വരുത്തിയ ആളുകൾക്കെതിരെ നടപടി ഉണ്ടാകണം. എങ്ങനെയാണ് അവർക്ക് ഈ സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ കൊച്ചി കല്ലൂർ സ്റ്റേഡിയത്തിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്? അതിൽ ആരുടെയൊക്കെ ഒത്താശ ഉണ്ടായിരുന്നു എന്ന കാര്യവും പരിശോധിക്കപ്പെടേണ്ടതാണ്. മാത്രമല്ല, ഇതിന് പിന്നിലുള്ള സാമ്പത്തിക തട്ടിപ്പ് അത് മറനീക്കി പുറത്തു വരണം. ഇനി ആളുകൾ വഞ്ചിതരാകുന്ന ഇതുപോലെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല. റിപ്പോർട്ട് കാണാം. നടുക്കുന്ന ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഉമാ തോമസ് വീണതിൻ്റെ ആഘാതം. ഒപ്പം പോലീസിനും GCDAക്കും സംഘാടകർക്കും സംഭവിച്ച പിഴവുകളും ഈ ദൃശ്യങ്ങളിലൂടെ മനസ്സിലാകും. സ്റ്റേജ് നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ സമ്മതിക്കുന്നു. പക്ഷേ തട്ടിക്കൂട്ടി സംഘാടകരുടെ മാത്രം വീഴ്ചയാണോ അത്? പോലീസിനും GCDAക്കും കോർപ്പറേഷനും എല്ലാം പങ്കുണ്ടെന്നാണ് ഉയരുന്ന ആരോപണം. GCDയോട് പോലീസ് വിശദീകരണം തേടിയിട്ടുണ്ട്. GCDA അവർ കൊടുത്ത ഒരു ദിവസത്തിൻ്റെ ഇതിനെ ഏൽപ്പിച്ച ഇതിനകത്ത് കുറേ കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ആ കണ്ടീഷൻസ് എത്രത്തോളം പാലിച്ചു എന്ന വിവരങ്ങളെല്ലാം പല ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നമ്മൾ എടുത്തുകൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് റിവ്യൂ ചെയ്യാനുണ്ട്. ഇപ്പോൾ മൃദംഗം മിഷന്റെ ബാങ്ക് അക്കൗണ്ടുകൾ അന്വേഷണ സംഘം മരവിപ്പിച്ചു. ദുരൂഹമായ ഇടപാടുകളുടെ പശ്ചാത്തലത്തിലാണ് ആ നടപടി. ആദായനികുതി വകുപ്പും അന്വേഷണം ആരംഭിച്ചു. കോടതി നിർദ്ദേശപ്രകാരം മൃദംഗ മിഷൻ മാനേജിംഗ് ഡയറക്ടർ നികോഷ് കുമാർ പോലീസിന് മുന്നിൽ ഹാജരായി. വിവാദങ്ങൾക്കിടയിൽ ഗിന്നസ് നൃത്തസന്ധ്യയ്ക്ക് നേതൃത്വം നൽകിയ നടി ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് മടങ്ങിപ്പോയി. ഉമാ തോമസിന്റെ അപകടവുമായി ബന്ധപ്പെട്ട് പോലീസ് മൊഴിയെടുക്കാനിരിക്കുകയാണ് മടക്കയാത്ര. സംഘാടകരുടെ മൊഴിയെടുത്ത ശേഷം ദിവ്യ ഉണ്ണി അടക്കമുള്ളവർക്ക് നോട്ടീസ് നൽകുമെന്ന നിലപാടിലാണ് പോലീസ്. ദിവ്യ ഉണ്ണിയിൽ നിന്നൊക്കെ മൊഴി രേഖപ്പെടുത്തുന്ന നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം. ഇപ്പോൾ ഇതിനകത്ത് പല ആൾക്കാർക്ക് പല റോൾസ് ഉണ്ടാകും. വരും ദിവസങ്ങളിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യും. തുടർ അറസ്റ്റുകൾക്കും സാധ്യതയുണ്ട്. കലൂരിലെ ഈ അപകടം ഒരു പാഠമാണ് പോലീസിനും തദ്ദേശ സ്ഥാപനങ്ങൾക്കും. ഇത്തരം അപകടമുണ്ടാകുമ്പോൾ പരസ്പരം കലഹിക്കാതെ അതിനു മുമ്പ് കൃത്യമായ പരിശോധനകൾ നടത്താൻ പോലീസും തദ്ദേശ സ്ഥാപനങ്ങളും തയ്യാറാകണം. അല്ലെങ്കിൽ വലിയ വില നൽകേണ്ടി വരും. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. ഈ വാർത്ത വരുമ്പോൾ ഒരുപാട് ആളുകൾ അവർ യൂട്യൂബിൽ കമന്റുകളായി അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. പവിത്രൻ പാതിരിപ്പറ്റ ചോദിക്കുന്നു, ആ വീഴ്ചയുടെ ദൃശ്യം ഇനി കാണിക്കല്ലേ എന്ന് പറയുന്നു. പവിത്രൻ, ഈ ദൃശ്യങ്ങൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വേദന ഉണ്ടാക്കുന്നതാണ്, അലോസരപ്പെടുത്തുന്നതാണ്. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്ന സമയത്ത് ഞങ്ങളും അത് ആലോചിച്ചു, ഇത് കാണിക്കേണ്ടതാണോ എന്ന്. ഇത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വളരെ വ്യാപകമായി വന്നതാണ്. പക്ഷേ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോഴാണ് ഇത് എത്ര വലിയ അപകടമായിരുന്നുവെന്നും എത്ര വലിയൊരു സുരക്ഷാ വീഴ്ചയാണ് സംഘാടകരുടെ ഭാഗത്തുണ്ടായിരുന്നത് എന്നും നമുക്ക് മനസ്സിലാകുന്നത്. തുടക്കത്തിൽ നമുക്കറിയാം, സാംസ്കാരിക മന്ത്രിയൊക്കെ ആദ്യഘട്ടത്തിൽ അത് അദ്ദേഹത്തിനൊന്നും ഇതിൻ്റെ ആഘാതം എത്രത്തോളം ഉണ്ടായി, ഇത് എത്ര വലിയ പ്രശ്നമാണെന്ന് അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്നിപ്പോൾ ശ്രീ സജി ചെറിയാൻ്റെ ഒരു പ്രതികരണം വന്നപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഇതിൽ സംഘാടകരുടെ ഭാഗത്ത് വലിയ പിഴവുണ്ടായിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഈ വീഴ്ചയുടെ ദൃശ്യങ്ങൾ കാണിക്കുന്നത് യഥാർത്ഥത്തിൽ അത് എത്ര വലിയ അപകടമായിരുന്നു, അതിന് പിന്നിൽ എത്ര വലിയ സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന്
നിങ്ങളെ ബോധ്യപ്പെടുത്താൻ കൂടി വേണ്ടിയാണ്. ഇപ്പോൾ ലേഖ ജയൻ പറഞ്ഞു, ഇനിയെങ്കിലും ഇങ്ങനെയുള്ള പരിപാടികൾ നടക്കുമ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും കുറച്ചുകൂടെ ശുഷ്കാന്തി കാട്ടണം. കുറച്ചുകൂടെ എന്നല്ല ലേഖ, എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും അനുമതിയും അവരുടെ പരിശോധനകളും ഉണ്ടായ ശേഷം മാത്രമേ ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ PPR രജിസ്ട്രേഷൻ എന്നൊരു സംവിധാനമുണ്ട്, പബ്ലിക് പെർഫോമൻസ് രജിസ്ട്രേഷൻ. അത് എല്ലായിടങ്ങളിലും ഇങ്ങനെ ആളുകൾ കൂടുന്നിടത്ത് അത് രജിസ്ട്രേഷൻ നടത്തുകയും പിന്നീട് ഈ ഫയർഫോഴ്സ് ആണെങ്കിലും പോലീസ് ആയാലും ഒക്കെ അതിൻ്റെ സൗകര്യങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ വിലയിരുത്തുകയൊക്കെ വേണം. ഇപ്പം നമ്മുടെ നാട്ടിൽ അതിനുള്ള നിയമ സംവിധാനങ്ങളുണ്ട്, അതിനുവേണ്ടിയുള്ള നിയന്ത്രണ സംവിധാനങ്ങളുണ്ട്, അതിന് ചില മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്, പക്ഷേ പാലിക്കപ്പെടുന്നില്ല. അവിടെയാണ് എല്ലാ കാര്യത്തിലും എന്നതുപോലെ ഈ കാര്യത്തിലുമുള്ള പ്രശ്നം. ജോസ്വിൻ ജോസഫ് ചോദിക്കുന്നു, ജോസ്വിൻ സ്ഥിരമായി അഭിപ്രായങ്ങൾ അറിയിക്കുന്ന ഒരാളാണ് ജോസ്വിൻ, അതുകൊണ്ട് എനിക്ക് ആ പേര് ഓർമ്മയുണ്ട്. ഈ സ്റ്റേജ് പണിയുന്നത് പോലീസ് ഫയർഫോഴ്സ് അധികാരികൾ കണ്ടില്ലേ അതോ കാണാതിരുന്നോ കണ്ണടച്ചോ അറിയില്ല ജോസ്വിൻ, അന്വേഷണം ആവശ്യമാണ്. അമ്പിളിയാനിൽ ഇപ്പോൾ അക്കൗണ്ട് മരവിപ്പിച്ചിട്ട് എന്ത് കാര്യം, അവർ വേണ്ടുന്ന ഫണ്ട് സമാഹരിച്ചു, ഒരു അപകടം നടന്നു കഴിഞ്ഞിട്ട് ആക്ഷൻ എടുക്കും, മുൻകരുതില്ല. അമ്പിളി 100% ശരിയാണ്. നമ്മുടെ നാട്ടിലെ പൊതുവായ ഒരു പ്രശ്നമാണ്, ഒരു വലിയ അപകടം ഉണ്ടാകുമ്പോൾ മാത്രം അതിൻ്റെ കാര്യകാരണങ്ങൾ പരിശോധിക്കുകയും വീഴ്ചകൾ കണ്ടെത്തുകയും പിന്നീട് അത് തന്നെ ആവർത്തിക്കുകയും ചെയ്യുന്ന സ്ഥിതി നമ്മുടെ എല്ലാം അനുഭവത്തിലുണ്ട്. ആ അനുഭവം മാറും എന്ന് നമുക്ക് കരുതാം. ശരി, നമുക്ക് ഇപ്പോൾ KPCC അധ്യക്ഷൻ K. സുധാകരൻ അല്പം മുൻപ് റിണൈ മെഡിസിറ്റിയിൽ, അവിടെയാണ് ഉമാ തോമസ് MLA ഇപ്പോൾ വിദഗ്ധ ഡോക്ടർമാരുടെ ചികിത്സയിലുള്ളത്. ഉമാ തോമസ് MLA കണ്ട് അദ്ദേഹം മടങ്ങിയിട്ടുണ്ട്. അല്പം മുൻപ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് കിട്ടുന്ന വിവരങ്ങളൊക്കെ തന്നെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ട് എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ വാർത്തയാണ്. പുതുവത്സര ദിനത്തിൽ ഹാപ്പി ന്യൂ ഇയർ എന്ന് ഉമാ തോമസ് പറഞ്ഞത് ഇന്ന് മാധ്യമങ്ങളിൽ തലക്കെട്ടുകളായി മാറിയതും നമ്മൾ കണ്ടു. അപ്പോൾ ആശ്വാസകരമായ വാർത്തയാണ് ആരോഗ്യനില സംബന്ധിച്ച്, ഉമാ തോമസിന്റെ ആരോഗ്യനില സംബന്ധിച്ച് പുറത്തു വരുന്നത്. K. സുധാകരൻ ഇന്ന് MLA കണ്ടു, ആരോഗ്യനിലയൊക്കെ അദ്ദേഹം തൃപ്തികരമാണ് എന്ന് അറിയിച്ചതായാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്, നമുക്ക് കേൾക്കാം. നമ്മളൊന്ന് അവരെ കാണാൻ വന്നതു, അവരെ ശാരീരികമായ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി വന്നു, അതറിഞ്ഞു, നമ്മൾ പോകുന്നു. വേറെ ഒന്നും നമുക്ക് നിങ്ങളുടെയൊക്കെ പറയാനില്ല. അബദ്ധവശാൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി, സംഭവത്തിൻ്റെ അകത്ത് എന്ത് പറഞ്ഞാലും അവർ ശാരീരികമായി ഒക്കെ സുരക്ഷിതമായി അവർ രക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സന്തോഷകരമായ ഒരു കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ അകത്തൊന്നും കൂടി ആർക്കും സംശയങ്ങളൊന്നുമില്ല. ഞാൻ ഇവരോട് എല്ലാവരോടും ചോദിച്ചു, ആർക്കും അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല, എല്ലാം കൃത്യമായിട്ടും സത്യമായിട്ടും പോകുന്നുണ്ട്. അത്രയുള്ള വിഷയങ്ങൾ. രാമാനന്ദ പ്രഭു പറയുന്നു, ഒന്ന് നിർത്തടോ പരിപ്പുവട ചാനൽ, ഈ ചാനലിൽ തന്നെ അരോചകം, ഒരു പാവപ്പെട്ടവൻ വേണമെങ്കിൽ നീ ഒന്നും തിരിഞ്ഞു നോക്കില്ല. എൻ്റെ രാമാനന്ദ, താങ്കൾ തിരിഞ്ഞു നോക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. മനുഷ്യനെന്ന നിലയിൽ ഞാൻ തിരിഞ്ഞു നോക്കും, പറ്റാവുന്ന സഹായങ്ങൾ ചെയ്യും. മാധ്യമങ്ങൾ എന്ന നിലയിൽ താങ്കൾക്കറിയാമല്ലോ, ഈ പ്രധാനപ്പെട്ട ആളുകൾക്ക് അവർക്ക് പറ്റുന്ന അപകടങ്ങൾ വലിയ വാർത്തകളാകും. കാരണം അവരുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ആ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ പാവപ്പെട്ടവൻ, MLA, ജനപ്രതിനിധികൾ ഇവരൊന്നുമായി നമ്മൾ താരതമ്യം ചെയ്യേണ്ടതില്ല. പ്രശ്നങ്ങളും ദുഃഖങ്ങളും മനുഷ്യർക്ക് എവിടെ ഉണ്ടായാലും അത് ഒരുപോലെയാണ്. അത് മനസ്സിലാക്കാനുള്ള ബോധം രാമാനന്ദ ഞങ്ങൾക്കുണ്ട്, താങ്കൾക്കുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. ചന്ദ്രൻ പറയുന്നു, കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിൻ്റെ വിശദമായ റിപ്പോർട്ട് ഒന്ന് പറയൂ പ്ലീസ്. നമുക്ക് ആ റിപ്പോർട്ടുകൾ വരും മണിക്കൂറുകൾ നിങ്ങൾക്ക് ആ റിപ്പോർട്ടുകൾ കാണാൻ കഴിയും. ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കിയവർ ഉണ്ടെങ്കിൽ ആ വ്യക്തികൾക്കെതിരെ നിയമ നടപടി എടുക്കുക എന്നാണ് മലബാർ വാലി എന്ന ഐഡിയിൽ നിന്ന് വരുന്ന ഒരു സന്ദേശമായി കിടക്കുന്നത്. ആ റിപ്പോർട്ടുകൾ വരും. ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കിയവരുണ്ടെങ്കിൽ അതിൽ നടപടി ഉണ്ടാകേണ്ടതാണ്, ഒരു സംശയവും അതിനകത്തില്ല. ഷാനാസ് എന്ന് പറയുന്ന വ്യക്തി ഇതിനകത്ത് ഒരു വരി ഇട്ടിട്ടുണ്ട്, വായിക്കുന്നില്ല ഷാനാസ്. അത് വായിക്കാൻ കൊള്ളുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അടുത്ത നമ്മുടെ വാർത്തയിലേക്ക്. ഉമാ തോമസ് MLAക്കുണ്ടായ അപകടത്തിലും പാഠം പഠിക്കാതെ അധികൃതർ. കൊച്ചിയിൽ നിയമങ്ങൾ കാറ്റിൽ പറത്തിയാണ് GCDയുടെ സഹകരണത്തോടെ പുഷ്പമേളയുടെ കെട്ടുറപ്പില്ലാത്ത പ്ലാറ്റ്ഫോം തകർന്ന് വീണ് വീട്ടമ്മയുടെ കൈ ഒടിഞ്ഞ സംഭവം ഉണ്ടായി. അപകടത്തിന് പിന്നാലെ കോർപ്പറേഷൻ നൽകിയ സ്റ്റോപ്പ് മെമ്മോയ്ക്കും പുല്ലുവില്ല. ഒടുവിൽ 24 വാർത്തയെ തുടർന്ന് പരിപാടി നിർത്തിവെച്ചു. ഉമാ തോമസ് MLAക്കുണ്ടായ അതേ അപകടമാണ് ഇന്നലെ മറൈൻ ഡ്രൈവിലും ഉണ്ടായത്. സംഘാടകരുടെ വീഴ്ച മൂലം വീട്ടമ്മയുടെ ഇടതുകൈയിൽ 2 ഒടിവുകൾ. അതാവട്ടെ കൈയുടെ ചലനശേഷി നഷ്ടപ്പെടുത്താൻ ശേഷിയുള്ളത്. എറണാകുളം ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയും GCDയുമാണ് പുഷ്പമേളയുടെ സംഘാടകർ. മറൈൻ ഡ്രൈവിൽ കഴിഞ്ഞ ഒരാഴ്ചയായി പരിപാടി നടക്കുന്നു. ഇതിനിടെയാണ് ഇന്നലെ രാത്രി പരിപാടി കാണാനെത്തിയ വീട്ടമ്മയ്ക്ക് അപകടമുണ്ടായത്. കെട്ടുറപ്പില്ലാത്ത പ്ലാറ്റ്ഫോം തകർന്നു വീണ വീട്ടമ്മയുടെ കൈ ഒടിഞ്ഞു. അവിടെ ഒരു പ്ലാറ്റ്ഫോം പോലെ ഇതുണ്ടായിരുന്നു. ഞങ്ങളത് ശരിക്കും പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കില്ല. നടന്നു പോണ ആ കാർപ്പറ്റിന്റെ മുകളിൽ വെറുതെ ഇട്ടേക്കായിരുന്നു. അതിൽ തട്ടി ബാക്കിലേക്ക് വൈഫ് വീണെന്ന് പറഞ്ഞാൽ ശരിക്കും എടുത്തടിച്ച പോലെ മലന്നങ്ങനെ വീണ് കൈ കുത്തിയിട്ട് കൈയുടെ റിസ്റ്റ് ഭാഗം ഒടിഞ്ഞു പോയി.
അപകടത്തിന് പിന്നാലെ കൊച്ചി കോർപ്പറേഷൻ നടത്തിയ പരിശോധനയിൽ അപകടകരമായ സാഹചര്യത്തിലാണ് പരിപാടി നടക്കുന്നതെന്ന് കണ്ടെത്തി സ്റ്റോപ്പ് മെമ്മോയും നൽകി. പക്ഷേ സംഘാടകർക്ക് പുല്ലുവില. സ്റ്റോപ്പ് മെമ്മോ ചവിറ്റുകുട്ടയിൽ. പരിപാടി ഇന്നും സുഗമമായി നടന്നു. കൊച്ചി കോർപ്പറേഷൻ ഇന്ന് രാവിലെയാണ് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ടിക്കറ്റ് കൗണ്ടർ പ്രവർത്തിക്കുന്നുണ്ട്, ആളുകൾ വന്നു പോകുന്നുണ്ട്, അകത്ത് വിപുലമായ രീതിയിൽ പരിപാടിയും നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു സ്റ്റോപ്പ് മെമ്മോ കിട്ടിയിട്ടും അതിനെ കൂസാതെ വലിയ തോതിലുള്ള ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ ഇപ്പോഴും അകത്തേക്ക് കയറ്റുന്നുമുണ്ട്. 24 വാർത്തയ്ക്ക് പിന്നാലെ ജില്ലാ കളക്ടർ വിഷയത്തിൽ ഇടപെട്ടു. സുരക്ഷയില്ലാതെ പരിപാടി നടത്തുന്നത് അനുവദിക്കില്ലെന്ന നിലപാട് ഉടൻ നിർത്തണമെന്നും കളക്ടറുടെ ഉത്തരവ്. 100 രൂപ ടിക്കറ്റ് നിരക്കിലാണ് പുഷ്പമേളയിൽ സന്ദർശകരെ പ്രവേശിപ്പിച്ചത്. ഇങ്ങനെ ടിക്കറ്റ് നിരക്ക് ഈടാക്കണമെങ്കിൽ നഗരസഭയുടെ PPR ലൈസൻസ് കരസ്ഥമാക്കണം. സംഘാടകരാകട്ടെ ഇതെടുത്തിട്ടുമില്ല. മൂക്കിന് താഴെ നടന്ന നിയമലംഘനം നഗരസഭ അറിഞ്ഞതാവട്ടെ ഒരു അപകടത്തിന് ശേഷവും. കൊച്ചിയിൽ നിന്ന് നിഖിൽ നിലയ്ക്കൊപ്പം അശ്വിൻ പാലാഴി, 24. പൊതുജനം കഴുതയല്ല സാർ. അശ്വിൻ പാലാഴിയുടെ ഈ റിപ്പോർട്ടിൽ പറയുന്നത് പോലെ പ്രേക്ഷകർ ശ്രദ്ധിച്ചല്ലോ, അവിടെയും ഒരു അപകടമുണ്ടായ ശേഷമാണ് അധികൃതരുടെ ഇടപെടൽ ഉണ്ടാകുന്നത്. ഏതായാലും 24 വാർത്ത കൊടുത്തു, അതിന് തൊട്ടു പിന്നാലെ നടപടി ഉണ്ടായിട്ടുണ്ട്. അത് 24 ഒരു വലിയ മേന്മയായി ഞാൻ പറയുകയല്ല. മാധ്യമങ്ങൾ ഈ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കുമ്പോൾ, അവർ വാർത്തയായി വരുമ്പോൾ അധികൃതരുടെ ഭാഗത്ത് നടപടി ഉണ്ടാകുന്നുണ്ട്. പലരും ഇതിനകത്ത് ചോദിക്കുന്നു, MLA വീണത് കൊണ്ടാണല്ലോ ഇതൊക്കെ വാർത്തയാകുന്നത്, സാധാരണക്കാർ വീണൽ അത് വാർത്തയാകില്ലല്ലോ എന്ന്. സാധാരണക്കാർ ഇപ്പോൾ സ്ലാബ് ഇല്ലാത്ത ഇടങ്ങളിൽ ആളുകൾ വീണുണ്ടാകുന്ന അപകടങ്ങൾ, നിത്യേന നമ്മുടെ റോഡിൽ ഉണ്ടാകുന്ന സാധാരണക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അപകടങ്ങളും ഒക്കെ വാർത്തയാകുന്നുണ്ട്. അവരുടെ പേരായിരിക്കില്ല ഒരുപക്ഷെ വലിയ വാർത്തയായി വരുന്നത്. ഇപ്പോൾ ജനപ്രതിനിധി ആയതുകൊണ്ട് ഉമാ തോമസിനെ എല്ലാവരും അറിയുന്നത് കൊണ്ടും ആ പേര് വലിയ വാർത്തയായി വന്നത് മാത്രം. പക്ഷേ ഇത്തരം അനുഭവങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ അത് വാർത്തയാകാറുണ്ട്. അങ്ങനെ ഒരുപാട് വാർത്തകൾ കൊടുത്ത് അധികൃതർ ഇടപെട്ട് തിരുത്തിയ അനുഭവങ്ങൾ നമുക്കുണ്ട്. മാധ്യമങ്ങളെ വിമർശിക്കാൻ വേണ്ടി വിമർശിക്കുമ്പോഴും ഈ അനുഭവങ്ങൾ നമുക്കുണ്ടായ കാര്യം ദയവായി നിങ്ങൾ മറക്കരുത്. തുടരുകയാണ് പൊതുജനം കഴുതയല്ല സർ എന്ന ഈ പരിപാടി. ഇന്നലെ നടന്ന എൻകൗണ്ടറിനെ കുറിച്ച് ജേക്കബ് കൊയ്പ്പള്ളി ഒരു അഭിപ്രായം പറയുന്നുണ്ട്. ഇന്നലെ എൻകൗണ്ടറിൽ BJP നേതാവ് കുടഞ്ഞിട്ട വർഗീയത, രാജ്യദ്രോഹം കണ്ടിട്ടും അയാളെ പുറത്താക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? പുറത്താക്കി മാതൃക കാണിക്കേണ്ടതായിരുന്നില്ലേ? ഹാഷ്മി താജ് ഇബ്രാഹിം നയിച്ച ഇന്നലത്തെ എൻകൗണ്ടർ ചർച്ചയെക്കുറിച്ചാണ് ജേക്കബ് പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലായി. ഇന്നലെ അത്തരത്തിലുള്ള മോശം പരാമർശങ്ങൾ, നിർഭാഗ്യകരമായ പരാമർശങ്ങൾ ആ ചർച്ചയ്ക്കിടെ വന്നിരുന്നു. അത്തരം കാര്യങ്ങളിൽ അവരെ എക്സ്പോസ് ചെയ്യുക, അവരുടെ ആശയങ്ങളെ എക്സ്പോസ് ചെയ്യുക, അതിന്മേൽ ചർച്ച നടത്തുക, സംവാദം നടത്തുക എന്നതാണ് അതിൻ്റെ ജനാധിപത്യ രീതി. ആ രീതിയാണ് ഹാഷ്മി താജ് ഇബ്രാഹിം ഇന്നലത്തെ ചർച്ചയിൽ അവലംബിച്ചത്. അതുകൊണ്ട് ആ അഭിപ്രായങ്ങളൊക്കെ വരികയും ആ അഭിപ്രായങ്ങളെ ഗണ്ണിക്കുന്ന മറ്റ് അഭിപ്രായങ്ങൾ അവതരിപ്പിക്കപ്പെടുകയും ചെയ്തു എന്നതാണ് എൻകൗണ്ടർ ഇന്നലത്തെ ചർച്ചയുടെ മേന്മയായി ഞങ്ങൾ കാണുന്നത്. പിന്നെ പലരും പല വിഷയങ്ങളിൽ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. എവിടെയും അധികൃതർ ശ്രദ്ധിക്കണമെങ്കിലും നടപടി ഉണ്ടാകണമെങ്കിലും ഒരു അപകടം നടക്കണമെന്നും മീഡിയയിൽ വാർത്ത വരണം നിർബന്ധമുള്ളതുപോലെ ആയിരിക്കുമെന്ന് റീന സതീശൻ പറയുന്നു. റീന, അങ്ങനെ ഒരു ശീലമുണ്ടെങ്കിൽ അത് മാറ്റാൻ നമ്മൾ പൊതുജനങ്ങൾ എന്ന നിലയിൽ നമ്മളൊക്കെ തന്നെ ഇടപെടൽ നടത്തേണ്ടതാണ്. പൊതുജനം കഴുതയല്ല എന്ന് നമുക്ക് ഓരോ ഘട്ടത്തിലും സർക്കാരിനെ, അധികാരികളെ ഓർമ്മപ്പെടുത്തേണ്ടതുമാണ്. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർക്ക് മറുപടി നൽകിയിരിക്കുന്നു ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ. ഹൈന്ദവ സമൂഹത്തിൽ ഉണ്ടാകേണ്ട പരിഷ്കരണത്തെക്കുറിച്ചാണ് താൻ പറഞ്ഞത്. സുകുമാരൻ നായർ പറയുന്നത് പഴയ ആചാരങ്ങൾ അതുപോലെ നിലനിർത്തണം എന്നാണ്. മന്നത്ത് പത്മനാഭന്റെ അഭിപ്രായത്തിന് വിപരീതമായാണ് സുകുമാരൻ നായർ പറയുന്നത് എന്നാണ് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ആ വിവാദം ക്ഷേത്രങ്ങളിൽ പുരുഷന്മാർ മേൽവസ്ത്രം എന്തിനാണ് ഊരുന്നത്, അത് ആ ഒരു ആചാരം മാറ്റിവെക്കേണ്ടതാണ്. അത് ശിവഗിരിയുടെ ക്ഷേത്രങ്ങൾ, ശിവഗിരി മഠത്തിന് കീഴിൽ വരുന്ന ക്ഷേത്രങ്ങളിൽ അതൊക്കെ കൊണ്ടുവരേണ്ടതാണ് എന്ന് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞ അഭിപ്രായത്തെയാണ്, ആചാര ലംഘനത്തിന് ആരാണ് നിങ്ങൾക്ക് അവകാശം നൽകിയത് എന്ന അർത്ഥത്തിൽ ഇന്ന് G. സുകുമാരൻ നായർ പ്രതികരിച്ചത്. അതിനുള്ള സ്വാമി സച്ചിദാനന്ദയുടെ മറുപടിയാണ് ഇതായി വന്നിരിക്കുന്നത്. കേൾക്കൂ. ശിവഗിരി തീർത്ഥാടന വേദിയിൽ ഹൈന്ദവ സമൂഹത്തിൽ ഉണ്ടാകേണ്ട ഒരു പരിഷ്കാരത്തെ സംബന്ധിച്ച് ഞാൻ സംസാരിച്ചു. സുകുമാരൻ നായർ പറയുന്നത് പഴയ ആചാരങ്ങൾ അതേപോലെ നിലനിർത്തിക്കൊണ്ട് പോകണമെന്നാണ്. മന്നത്തിന് സുകുമാരൻ നായരുടെ അഭിപ്രായം, കാഴ്ചപ്പാടാണ് ഉണ്ടായിരുന്നത് എങ്കിൽ ഉടുപ്പ് ഇട്ടുകൊണ്ട് ഇവിടെ പ്രവേശിക്കരുത്, ഉടുപ്പ് ഊരിയെ പ്രവേശിക്കാവൂ എന്ന് മന്നം പറഞ്ഞില്ലല്ലോ. അപ്പോൾ സുകുമാരൻ നായർ പറയുന്നത് മന്നത്തിന്റെ അഭിപ്രായത്തിന് വിപരീതമായിട്ടാണ്. അജീഷ് ജയകുമാർ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി. അജീഷ്, ഈ സനാതനധർമ്മം സംബന്ധിച്ച് ചില അഭിപ്രായ പ്രകടനങ്ങൾ മുഖ്യമന്ത്രി നടത്തിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ആചാരങ്ങൾക്ക് കാലാനുസൃതമായ പരിഷ്കാരങ്ങൾ ആചാരങ്ങളിൽ വരണം എന്നൊരു അഭിപ്രായം സ്വാമി സച്ചിദാനന്ദ പറയുകയും അതിന് മുഖ്യമന്ത്രി പിന്തുണയ്ക്കുകയും ചെയ്തത്. അതിനെ വളരെ രൂക്ഷമായ ഭാഷയിൽ ഇന്ന് മന്നം ജയന്തി ആഘോഷ വേളയിൽ ഉദ്ഘാടന വേദിയിൽ വെച്ച് G. സുകുമാരൻ നായർ അതിനെ വിമർശിക്കുകയും കടന്നാക്രമിക്കുകയും ചെയ്തിരിക്കുന്നു. അതിനുള്ള മറുപടിയാണല്ലോ ഇപ്പോൾ സ്വാമി സച്ചിദാനന്ദ നൽകിയിരിക്കുന്നത്. എന്താണ് അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിച്ചത്?
ഗോപി, എന്തായാലും ക്ഷേത്രങ്ങളിൽ മേൽവസ്ത്രം ധരിച്ച് കയറുന്നത് അത് അനാചാരമാണെന്നും അത് കാലാതീതമായി തിരുത്തണമെന്നുമായിരുന്നു ഈ ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ ഈ ധർമ്മ സംഘം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി പറഞ്ഞത്. അതിനെ പിന്തുണച്ചുകൊണ്ടാണ് സനാതനധർമ്മത്തെ ഒക്കെ കോട്ട് ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി ആ പ്രസ്താവനയെ പിന്തുണച്ചുകൊണ്ട് ഒരു പ്രസംഗം നടത്തിയത്. ആ ഉദ്ഘാടന പ്രസംഗത്തിന് എതിരെയാണ് ഇന്ന് NSS ജനറൽ സെക്രട്ടറി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത്. അതായത് അനാചാരങ്ങളെ ഇതൊന്നും പല ക്ഷേത്രങ്ങൾക്കും അനാചാരങ്ങളും പ്രത്യേക അനുഷ്ഠാനങ്ങളുമുണ്ട്. ഇത് ഹൈന്ദവ ക്ഷേത്രങ്ങളെക്കുറിച്ച് മാത്രമാണ് ശിവഗിരി മഠവും മുഖ്യമന്ത്രിയും പറയുന്നത്. മറ്റു മതങ്ങളെ ഇവരെന്തുകൊണ്ട് പറയുന്നില്ല, അതിനെന്തുകൊണ്ട് ഇവർ ധൈര്യം കാണിക്കുന്നില്ല എന്നായിരുന്നു സുകുമാരൻ നായരുടെ വിമർശനം. കടുത്ത ഭാഷയിൽ തന്നെയാണ് സുകുമാരൻ നായർ ഇരുവർക്കും മറുപടി നൽകി. അതിനാണ് ഇപ്പോൾ ശിവഗിരി മഠം മറുപടി നൽകിയത്, സച്ചിദാനന്ദ സ്വാമി മറുപടി നൽകിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഹൈന്ദവ സമൂഹത്തിൽ ഉണ്ടാകേണ്ട പരിഷ്കരണത്തെക്കുറിച്ചാണ് ശിവഗിരി തീർത്ഥാടന വേദിയിൽ പറഞ്ഞത്. സുകുമാരൻ നായർ പറയുന്നത് പഴയ ആചാരങ്ങൾ അതുപോലെ നിലനിർത്തണമെന്നാണ്. അങ്ങനെയെങ്കിൽ മതപരിഷ്കർത്താക്കളുടെ കർമ്മങ്ങൾ എന്തിനു വേണ്ടി, അവരുടെ റോൾ എന്തിനു വേണ്ടിയാണെന്ന് ചോദിക്കുന്നു. മന്നത്ത് പത്മനാഭന്റെ പ്രവർത്തനം ഇതിനു വേണ്ടിയായിരുന്നു അദ്ദേഹം പറയുന്നു. അനാചാരങ്ങളെ ദൂരീകരിക്കാനാണ് മന്നത്ത് പ്രവർത്തിച്ചത്. മന്നത്തിന്റെ അഭിപ്രായത്തിന് വിപരീതമായാണ് സുകുമാരൻ നായർ പറയുന്നത്. സമൂഹത്തിന്റെ പരിഷ്കാരം സംബന്ധിച്ച് അഭിപ്രായം പറയാൻ തനിക്ക് ധാർമ്മിക ചുമതലയുണ്ടെന്നും സച്ചിദാനന്ദ സ്വാമി പറഞ്ഞു വെക്കുന്നുണ്ട്. ക്ഷേത്രങ്ങളിൽ കരിയും കരിമരുന്നും വേണ്ടെന്ന് 100 വർഷങ്ങൾക്ക് ഗുരു പറഞ്ഞ ആ വരി കൂടി കോട്ട് ചെയ്തുകൊണ്ടാണ് സുകുമാരൻ നായർക്ക് സച്ചിദാനന്ദ സ്വാമി മറുപടി നൽകിയിരിക്കുന്നത്. ശരി, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ പറഞ്ഞത്. ഇപ്പോൾ ഫാക്സ് പൈലറ്റ് എന്ന ഐഡിയിൽ നിന്ന് ഒരു സന്ദേശം ഗോപി സച്ചിദാനന്ദ സ്വാമിയാണ് ആദ്യം പറഞ്ഞത്, അല്ലാതെ പിണറായി അല്ല. അങ്ങനെ തന്നെയാണ് ഞാനും പറഞ്ഞത്. ആദ്യം സച്ചിദാനന്ദ സ്വാമിയാണ് അത് പറഞ്ഞത്. അതിനെ പിണറായി വിജയൻ പിന്തുണയ്ക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അത് ശരിയായില്ല എന്ന അഭിപ്രായ പ്രകടനമായിരുന്നു ഇന്ന് ജി സുകുമാരൻ നായർ മന്നം ആഘോഷവേദിയിൽ നടത്തിയത്. ആ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് തെറ്റുപറ്റിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആരിഫ് MB പറയുന്നു, ഉംറയ്ക്ക് കൊണ്ടുപോയി മദീനയിൽ ഉംറക്കാരെ ഭക്ഷണം താമസ സൗകര്യം കൊടുക്കാതെ നാട്ടിലേക്ക് അയച്ച മുങ്ങിയ സ്ഥാപനം ആളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ്. ആ കാര്യം ആരിഫ് കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. മറ്റൊരാൾ പറഞ്ഞിരിക്കുന്നു, രവികുമാർ, ഒരു അപകടം നടന്നാലും ശിക്ഷിക്കപ്പെടേണ്ടവർ എപ്പോഴും രക്ഷപ്പെടും. അവരെ രക്ഷപ്പെടുത്തുന്നത് ഉന്നതരാണ്. അതിന് മാറ്റം വന്നാൽ ഈ നാട് നന്നാകൂ എന്നാണ് രവികുമാർ പറഞ്ഞിരിക്കുന്നത്. നമുക്കെല്ലാം അറിയാവുന്ന ഒരു പൊതുസത്യമാണ് രവികുമാർ താങ്കൾ പറഞ്ഞിരിക്കുന്നത്. അമ്പിളി അനിൽ, ആചാരങ്ങൾ ആചരിക്കുന്നവർ ആചരിക്കട്ടെ, ഇല്ലാത്തവർ വേണ്ട. അമ്പിളി, ഒരു പരിഷ്കൃത സമൂഹം എന്ന നിലയിൽ, ഒരു പുരോഗമന സമൂഹം എന്ന നിലയിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആചാരങ്ങളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നതൊരു ജനാധിപത്യ സംവാദത്തിന് നമുക്ക് തുറന്നു കൊടുക്കാം. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അത് ഏത് തരത്തിലാണ് മാറ്റേണ്ടത്, അത് സ്വാഭാവികമായ നമ്മുടെ അവകാശങ്ങൾക്ക് ലംഘനമാകുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഒരു ജനാധിപത്യ സമൂഹം, ഒരു പുരോഗമന സമൂഹം പരിശോധിക്കുന്നതാണ്. നമുക്കറിയാം, പുതിയൊരു തലമുറ 2025 പിറവി കൊള്ളുകയാണ്. ബീറ്റ തലമുറ വരികയാണ്. അതായത് നിർമ്മിത ബുദ്ധിയുടെയൊക്കെ ഒരു കാലത്തേക്ക് പുതിയ തലമുറ കൺ തുറക്കുകയാണ്. അവർക്ക് ഇതിനെയൊക്കെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ എന്തായിരിക്കുമെന്ന് ഈ പിന്നിൽ നിൽക്കുന്ന തലമുറ എന്ന നിലയിൽ നമുക്ക് ആകാംക്ഷയോടുകൂടി അതിനുവേണ്ടി കാത്തിരിക്കാം. നമുക്ക് മറ്റൊരു വാർത്തയിലേക്കാണ്. കോഴിക്കോട് കുറ്റ്യാടിയിൽ 8 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ച ആൾ പിടിയിലായി. അടുക്കത്ത് സ്വദേശി വിജീഷാണ് പിടിയിലായത്. കുട്ടിയെ കാറിൽ ഇരുത്തി മാതാപിതാക്കൾ സൂപ്പർ മാർക്കറ്റിൽ പോയ സമയത്താണ് ഈ സംഭവം ഉണ്ടായത്. കുട്ടിയുമായി പ്രതി കാർ ഓടിച്ചു പോവുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട്ട് നിന്ന് ഈ നടുക്കുന്ന ഈ വാർത്തയുടെ മറ്റ് വിവരങ്ങൾ നൽകും. അഭിജിത്ത്, ഇത് രക്ഷിതാക്കളെ സംബന്ധിച്ച് അവർക്ക് ആശങ്കയുണ്ടാക്കുന്ന ഒന്നാണ്. സൂപ്പർ മാർക്കറ്റിൽ പോയി വരുമ്പോഴേക്കും കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നാണ്. എന്താണ് ഈ കാര്യത്തിൽ പോലീസ് പറയുന്നത്? പ്രതി പിടിയിലായല്ലോ അല്ലേ? ഗോപി, പ്രതി പിടിയിലായിട്ടുണ്ട്. ഇത് കുറ്റ്യാടി അടുക്കത്ത് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് നടക്കുന്നത്. ഇവിടെയുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് എത്തിയതാണ് കുന്നമംഗലം സ്വദേശികളായ ദമ്പതികളും അവരുടെ 8 വയസ്സുള്ള മകളും. കാറിലാണ് അവരെത്തിയത്. ഈ കാറിൽ നിർത്തിയിട്ട് അതിനുശേഷം ഇവർ രണ്ടുപേരും സൂപ്പർ മാർക്കറ്റിലേക്ക് പോയതായിരുന്നു. മകളെ കാറിൽ തന്നെ ഇരുത്തിയിരുന്നു. കാർ ഓഫ് ചെയ്തിട്ടും ഉണ്ടായിരുന്നില്ല. ഇതിനിടയിലാണ് അവിടേക്ക് എത്തിയ അടുക്കത്ത് സ്വദേശി തന്നെയായ വിജീഷ് എന്നയാൾ ഈ കാറുമായി അവിടെ നിന്ന് സ്ഥലം വിടുന്നത്. കുട്ടിയും ആ സമയത്ത് കാറിലുണ്ടായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഈ ദമ്പതികൾ പുറത്തിറങ്ങിയപ്പോഴാണ് കാർ അവിടെ കാണാത്തത് ശ്രദ്ധയിൽപ്പെടുന്നത്. ഇവർ പരിഭ്രാന്തരായി. അവിടെയുള്ള ആളുകളോട് അന്വേഷിച്ചപ്പോഴാണ് ഈ കാറുമായി ഒരാൾ മുന്നോട്ട് പോയി എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നത്. ഉടൻ തന്നെ അവർ അവിടെയുള്ള നാട്ടുകാരെയൊക്കെ വിളിച്ചു ചേർത്ത് മറ്റൊരു വാഹനത്തിൽ ഈ കാറ് പോയ ഭാഗത്തേക്ക് പിന്തുടരുകയാണ്. കുറച്ച് അപ്പുറത്തെത്തിയപ്പോഴാണ്, ഏതാണ്ട് 1 കിലോമീറ്ററിന് അപ്പുറത്തെത്തിയപ്പോഴാണ് ഈ വാഹനം അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. തങ്ങളുടെ വാഹനം അവർ മുൻപിൽ കണ്ടു. തുടർന്ന് അവർ അതിനെ പിന്തുടർന്ന് അതിൻ്റെ മുൻപിൽ നിർത്തി
പുറത്തിറങ്ങി ഈ വിജീഷ് എന്നയാളെ പിടിച്ച് പുറത്തേക്ക് ഇറക്കുകയാണ്. അപ്പോഴാണ് ഈ വിജീഷ് പറയുന്നത് ഈ കുട്ടിയെ താൻ കുറച്ചപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുവിട്ടിട്ടുണ്ട്, അവിടെ റോഡരികിൽ കുട്ടിയെ നിർത്തിയ ശേഷം താൻ കാറുമായി സ്ഥലം വിടുകയായിരുന്നു എന്ന് ഈ വിജീഷ് എന്നയാൾ ഈ ദമ്പതികളോട് പറയുന്നു. അങ്ങനെ ഈ വിജീഷിനെയും കൂട്ടിയാണ് ഈ പിന്തുടർന്ന കാറിൽ വീണ്ടും ഇയാൾ പറഞ്ഞ സ്ഥലത്തേക്ക്, കുട്ടിയുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇവരെത്തുന്നത്. അപ്പോൾ അവിടെ കുട്ടി കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുട്ടിയെയും കൂട്ടിയാണ് ഇവർ പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. ഈ പ്രതിയും ഒപ്പമുണ്ടായിരുന്നു. നിലവിൽ പോലീസ് പറയുന്നതനുസരിച്ച് ഇയാൾ വാഹനം മോഷണം നടത്തുക എന്നുള്ളതായിരുന്നു ഇയാളുടെ ലക്ഷ്യം. പക്ഷേ കുട്ടിയും ഈ കാറിനകത്തുണ്ടായിരുന്നു. അതിനാൽ തന്നെ തട്ടിക്കൊണ്ടുപോകൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. തട്ടിക്കൊണ്ടുപോകൽ, മോഷണം എന്നതൊക്കെയാണ് നിലവിൽ ഈ വിജീഷ് എന്നയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റങ്ങൾ. നിലവിൽ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാളെ ഇയാളെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം ഈ കാറും പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ശരി, കാറ് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്, പ്രതി പിടിയിലായിട്ടുണ്ട്. രക്ഷിതാക്കൾ, മാതാപിതാക്കൾ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ നടത്തിയ ശ്രമം കോഴിക്കോട് കുറ്റ്യാടിയിലാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയാണത്. അത്തരം സംഘങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊക്കെ പോലീസ് അന്വേഷിക്കട്ടെ, അവർ ശരിയായ ദിശയിലെ അന്വേഷണം കൊണ്ടുപോകട്ടെ. അതിനിടയിൽ നേരത്തെ എന്നെ തിരുത്തിയ ഫാക്സ് പൈലറ്റ് പറയുന്നു, ഗോപി പറഞ്ഞത് തിരിച്ചു തന്നെയാണ്, ഒന്ന് കേട്ടു നോക്കൂ പ്ലീസ് എന്ന് ഫാക്സ് പൈലറ്റ് പറയുന്നു. ഞാൻ പറഞ്ഞത് തിരിച്ചാണെങ്കിൽ ഞാൻ അങ്ങനെ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഞാനത് തിരുത്തുന്നു. അത് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞ ശേഷം അതിനോട് യോജിക്കുന്നു എന്നാണ് പിണറായി വിജയൻ ആ യോഗത്തിൽ പറഞ്ഞത്. അതേസമയം സനാതന ധർമ്മം സംബന്ധിച്ച കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ ആ വേദിയിൽ അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ ഫാക്സ് പൈലറ്റ് താങ്കൾക്ക് തൃപ്തിയായി കാണുമെന്ന് ഞാൻ കരുതുന്നു. ഷർട്ട് ധരിക്കുന്നവർ ധരിച്ചോട്ട്, 50 വർഷം മുൻപുള്ള ആചാരങ്ങളിൽ എത്ര ക്ഷേത്രങ്ങൾ ഇപ്പോഴും അതേപടി നിലനിൽക്കുന്നുണ്ട് എന്നൊരു ചോദ്യം വരുന്നുണ്ട്. ശരിയാണ്, അത്തരം ചോദ്യങ്ങൾ അവിടെ നിൽക്കട്ടെ. ദൈവങ്ങൾ ഇത്തരം കാര്യങ്ങളൊന്നും അറിയാതെ പോകുന്നല്ലോ എന്ന് ശ്രീജിത്ത് പറയുന്നു. പക്ഷേ കുറേ പേരെല്ലാം അറിയുന്നവൻ ദൈവങ്ങളെ രക്ഷിക്കാൻ RSS, മുസ്ലിം ലീഗ് എക്സെട്ര ഒരു ദൈവം മുൻകൂട്ടി കാണുന്ന ശ്രീജിത്തിന്റെ അഭിപ്രായങ്ങൾ കുറേ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം. തുടർച്ചയായി ഉണ്ടാകുന്ന സ്കൂൾ ബസ് അപകടങ്ങളിൽ ഒടുവിലെത്തിയതാണ് കണ്ണൂർ വളക്കയിൽ നമ്മൾ കണ്ടത്. 11 വയസ്സ് മാത്രം പ്രായമുള്ള വിദ്യാർത്ഥിയുടെ ജീവൻ അപകടത്തിൽ പൊലിഞ്ഞു. അപകടം ഉണ്ടാകുമ്പോൾ മാത്രമാണ് പരിശോധനയും ജാഗ്രതയും നമ്മൾ കാണിക്കുന്നത്. വളക്കൈ അപകടത്തിൽ സ്കൂൾ ഡ്രൈവർക്കെതിരെയുള്ള പോലീസ് കേസിൽ മാത്രം ഒതുങ്ങുമോ തുടർ നടപടി എന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയേണ്ട കാര്യം. ബ്രേക്ക് പൊട്ടിയതുമല്ല, മറ്റു മെക്കാനിക്കൽ തകരാറുമല്ല, ഡ്രൈവറുടെ ഭാഗത്തുണ്ടായ ഗുരുതരമായ പിഴവാണ് വളക്കയിലെ അപകടത്തിന് കാരണം. സംസ്ഥാന പാതയിലേക്കുള്ള ഇറക്കം ഇറങ്ങുന്നതിനിടെ ബ്രേക്ക് പൊട്ടി നിയന്ത്രണം നഷ്ടപ്പെട്ടുവെന്നായിരുന്നു ഡ്രൈവർ പോലീസിന് നൽകിയ മൊഴി. എന്നാൽ പരിശോധനയിൽ വാഹനത്തിന് സാങ്കേതിക തകരാറുകളില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തി. അപകടത്തിന് ശേഷവും ബ്രേക്ക് കൃത്യമായി പമ്പ് ചെയ്തു. എഞ്ചിനും മറ്റു തകരാറുകളില്ല. പിന്നെ എന്താണ് അപകടത്തിന് കാരണം? അപകടം നടന്ന സമയത്ത് ഡ്രൈവർ ഫോൺ ഉപയോഗിച്ചിരുന്നുവെന്ന വിവരങ്ങളും നേരത്തെ പുറത്തു വന്നിരുന്നു. കുത്തനെയുള്ള ഇറക്കത്തിൽ ഇത്ര ലാഘവത്തോടെ നിസാമുദ്ദീൻ ബസ് ഓടിച്ചത് എന്തുകൊണ്ടാണ്? ജാഗ്രത കുറവാണ് സ്കൂൾ ബസ് അപകടങ്ങൾ ആവർത്തിക്കാനുള്ള പ്രധാന കാരണം. അതിൽ ഡ്രൈവർമാരുടെ പിഴവുകൾ മാത്രമല്ല, ഫിറ്റ്നസ് ഇല്ലാത്ത സ്കൂൾ വാഹനങ്ങളും ഒരേ ബസ്സിന് ഒരേ സമയം ഒന്നിലേറെ ട്രിപ്പുകൾ നിശ്ചയിക്കുന്നതും സ്കൂൾ ബസിന്റെ മരണപ്പാച്ചിലിന് കാരണമാകുന്നു. ഗതാഗത വകുപ്പിന്റെ കർശനമായ ഇടപെടലും രക്ഷിതാക്കളും സ്കൂൾ അധികൃതരും പുലർത്തേണ്ട ജാഗ്രതയുമാണ് ഇത് തടയാനുള്ള മാർഗം. 5ാം ക്ലാസ്സുകാരി നേതിയുടേത് സ്കൂൾ വാഹനങ്ങളുടെ അപകടങ്ങളിൽ പൊലിയുന്ന ഒടുവിലത്തെ ജീവനാവട്ടെ. കണ്ണൂരിൽ നിന്ന് മിഥുൻ ചാത്തോത്തിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24. പൊതുജനം കഴുതയല്ല സാർ. കാടിറങ്ങി നാട്ടിലേക്ക് എത്തുന്ന വന്യജീവികൾ യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാം ആശങ്കയായി മാറുകയാണ്. ഇപ്പോഴിതാ ഒരു കാട്ടാന കപാലി റോഡ് തടഞ്ഞിരിക്കുകയാണ്, ഗതാഗതം തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. ആ വാർത്ത വരുന്നത് അതിരപ്പള്ളിയിൽ നിന്നാണ്. അതിരപ്പള്ളി മലക്കപ്പാറ പാതയിൽ ഈ ഒറ്റയാൻ വഴി തടഞ്ഞിരിക്കുന്നു. കപാലി റോഡിലേക്ക് മരം മറച്ചിട്ടാണ് കപാലി വഴി തടഞ്ഞിരിക്കുന്നത്. മലക്കപ്പാറയ്ക്ക് സമീപം പത്തടിപ്പാലത്താണ് കപാലി മരം
മറച്ചിട്ട ശേഷം റോഡിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ആന റോഡിൽ നിന്ന് മാറാത്തതിനാൽ മരം മാറ്റാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. KSRTC ബസ് അടക്കം നിരവധി വാഹനങ്ങൾ ഈ ഉൾവനത്തിൽ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് വരുന്ന വിവരങ്ങൾ. പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ട് 1 മണിക്കൂറായിരിക്കുന്നു. ഈ വനപാതയിൽ ഇപ്പോൾ കബാലി മരം മറച്ചിട്ട് റോഡ് തടഞ്ഞ് അവിടെ ഒരേ നിൽപ്പാണ്. മരം മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. കബാലി മരത്തിന് മുകൾ കുമ്പുകൾ വെച്ച് അവിടെ വിരട്ടി നിൽക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉംറ തീർത്ഥാടകർക്ക് വേണ്ട സൗകര്യം ഒരുക്കാതെ അവർ വഞ്ചിക്കപ്പെടുന്ന വാർത്ത എവിടെ എന്ന് ഒരു പ്രേക്ഷകൻ യൂട്യൂബിൽ കമന്റായി ചോദിച്ചിരുന്നു. അതിന് ആ പ്രേക്ഷകനുള്ള മറുപടിയാണ്. ഒപ്പം മറ്റുള്ളവർക്കും ഈ റിപ്പോർട്ട് കാണാം. ഏജന്റിന്റെ ചതിയിൽപ്പെട്ട് സൗദിയിൽ കുടുങ്ങിയ മലയാളി ഉംറ തീർത്ഥാടകരിൽ ഭൂരിഭാഗവും നാട്ടിലേക്ക് മടങ്ങി. തീർത്ഥാടകരെ വഞ്ചിച്ച ഉംറ സർവീസ് ഏജൻസി ഉടമ അഷ്റഫ് സഖാഫി പുതിയ ഉംറ ബാച്ച് സംഘടിപ്പിക്കുന്ന തിരക്കിലുമാണ്. ഈ മാസം തന്നെ പുതിയ 2 ബാച്ചുകൾ സംഘടിപ്പിക്കുമെന്ന ഇയാളുടെ വോയിസ് മെസ്സേജ് പുറത്തു വന്നിരിക്കുന്നു. ഇതാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് തരാൻ പറ്റുന്ന ഇപ്പോഴത്തെ വിവരം. പ്രിയപ്പെട്ട പ്രേക്ഷകൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൻ്റെ വിശദമായ ഒരു അന്വേഷണം, ഇതിലെ മറ്റ് തരത്തിൽ എന്തെങ്കിലും തട്ടിപ്പുകൾ നടക്കുന്നുണ്ടോ, നമ്മുടെ തീർത്ഥാടകർ വഞ്ചനയ്ക്കിരയാകാതിരിക്കാൻ വേണ്ടി അവരെ ബോധവൽക്കരിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ കിട്ടിയാൽ ഉടൻ തന്നെ ഞങ്ങളത് 24-ലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതുമായിരിക്കും. നോക്കാം നമുക്ക് സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. കണ്ണൂരിലുണ്ടായ സ്കൂൾ ബസ് മറിഞ്ഞിട്ടുള്ള അപകടം, അതിൽ ആ ഒരു കുഞ്ഞിന് ജീവൻ നഷ്ടപ്പെട്ടത് നമ്മുടെ ഉള്ളിൽ ഒരു വേദനയായി തന്നെ ഇപ്പോഴും ഉണ്ട്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റാത്തതാണ്. മൊബൈൽ ഉപയോഗം എന്നത് ഡ്രൈവർമാർ തുടർന്നാൽ വാഹനങ്ങളിൽ മൊബൈൽ ജാമറുകൾ വെക്കേണ്ടി വരും എന്ന് മലബാർ വാലി എന്ന ഐഡിയിൽ നിന്ന് വന്ന ഒരു കമന്റിൽ പറയുന്നു. ഭാവിയിൽ അത് യാത്രക്കാരെയും ബാധിക്കും. ഡ്രൈവർ മൊബൈൽ യാത്രകൾക്കിടയിൽ ഉപയോഗിക്കരുതെന്നതാണ്. എനിക്ക് തോന്നുന്നു ഈ ഡ്രൈവർമാർ മൊബൈൽ ഉപയോഗിക്കുന്നത് നമ്മുടെ ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ, കാരണം ഇത്തരം അനുഭവങ്ങൾ എനിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു ദിവസം തിരുവനന്തപുരത്ത് ഓട്ടോയിൽ യാത്ര ചെയ്യുമ്പോൾ ഡ്രൈവർ മൊബൈൽ ഉപയോഗിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്കത് ഇടപെട്ട് അങ്ങനെയാണല്ലോ പൊതുജനങ്ങൾ ഇടപെടുക. ഇത്തരം വിഷയങ്ങൾ നമുക്ക് ഇടപെടുകയും അയാളുടെ കർശനമായി മൊബൈൽ ഉപയോഗിക്കുന്നത് അയാൾ വിലക്കുകയും ചെയ്യണം വാഹനം ഓടിക്കുമ്പോൾ. അപ്പോൾ അത്തരത്തിലുള്ള ഇടപെടലുകൾ എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇനി ഇതുപോലെയുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. നമുക്ക് പൊതുജനം കരുതല സർ എന്നതിൻ്റെ ഈ എപ്പിസോഡ് നമുക്ക് പൂർത്തിയാക്കേണ്ട സമയമായിട്ടുണ്ട്.